तानि च पश्यामि विपरीतानि केशव न च श्रेयोऽनुपश्यामि स्वापजनमाहवे न कान्ते विजयं कृष्ण राज्यं सुखानि च किं नो राज्येन गोविन्द भोगे जीवितेन वा येषामस्ते काञ्चिदं नो राज्यं भोगा सुखानि च तैमे अवस्थिता युद्धे प्राणान् त्यक्त्वा धनानि च आचार्यपितरः पुत्राः तथैव च पितामहाः मातुला श्वशुरा पौत्राः सम्बन्धिनस्तदा वेदान्नहन्तुमिच्छामि ततोऽपि मधुसूदनाम् अपि त्रैलोक्यराज्यस्य यतो किं नु महीकृते निहत्यदार्थराष्ट्रान्न प्रीति स्यात् जनार्दनाम् आपमेवाश्रये तस्मान् श्रीगानातदायिनाम् तस्मान्नाहा वयं हन्तुम् आर्तराष्ट्रान् स्वबान्धवान् स्वजनं हि कथं हत्वा सुखिरस्याममाधवाम् यद्यप्येतेन पश्यन्ति लोकोपहतचेतसाम् कुलक्षयकृतं दोषम् विश्वद्रोहेक्षपादकम् कथं न ज्ञेयमस्माभिः आपादस्मान्निवर्तितुम् कुलक्षयकृतं दोषम् प्रपश्यद्भिर्जनार्दना कुलक्षये प्रणश्यन्ति कुलधर्मा सनातना धर्मे नष्टे कुलं कृत्स्नम् अधर्मोऽभिभवत्युताम् अधर्माभिभवान् कृष्णाम् प्रदुष्यन्ति कुलस्त्रियाम् स्त्रीषु दुष्टासु वाष्णेय ध्यायते वर्णसङ्कराम् सङ्करो नरकायैव कुलस्तानाम् कुलस्य जाम् पतन्ति पितरो केषाम् लुप्तपिण्डोदकक्रियाम् दोषैरेदे कुलस्नानाम् वर्णसङ्करकारकैः उल्साद्यन्ते जातिधर्मा कुलधर्माश्च शाश्वताम् उत्पन्नकुलधर्माणाम् मनुष्याणाम् जनार्दनाम् नरके नियतं वासाम् भवतीत्यनुशुश्रुमाम् अहो ददमहल्पापम् हस्तुं व्यवसिता वयम् यद्राज्यसुतलोभेन हन्तुं सजनमुच्यताम् यतीमामप्रतीकारम् शस्त्रं शस्त्रपाणयाम् दास्तराष्ट्रारणे हन्यो
തന്മേ ക്ഷേമതരം ഭവേ. സഞ്ജയം വാച ഏവമുക്ത്വാർജുനഃസംഖ്യേ യതോപസ്ഥ ഉപാവിശൻ വിസൃജ്യ സചരം ചാപം ശോകസം വിഘ്നമാനസാം. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ അർജുന വിഷാദയോഗോ നാമ പ്രഥമോധ്യായം. നമുക്ക് വിഷാദയോഗത്തിന് ഓരോ അധ്യായത്തിനും ഓരോ യോഗമുണ്ട്. വിഷാദയോഗം ആദ്യത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിന് സാഖ്യയോഗം, മൂന്നാമത്തെ അധ്യായത്തിന് കർമ്മയോഗം, ഇങ്ങനെ എക്സെട്ര എക്സെട്ര. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ ഓരോ അധ്യായത്തിന്റെ പിന്നിലും ദർ ഇസ് സം സ്പെസിഫിക് ഒരു കാരണം, റീസൺ പറയാനുണ്ട് ഗീതയ്ക്ക്. ഒന്നാമത്തെ അധ്യായത്തിൽ പറയാനുള്ളത് വിഷാദത്തെക്കുറിച്ചാണ്. വിഷാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഒരാളെ തളർത്തുന്നതാണ്, വിഷാദിപ്പിക്കുന്നത്. വാട്ട് ഈസ് ദാറ്റ് വിച്ച് മേക്ക് മാൻ സഫർ? ദാറ്റ് ഈസ് വാട്ട് വിച്ച് മേക്ക് വൺസെൽഫ് ഷാറ്റർ. ഏതാണ് മനുഷ്യനെ, എന്താണ് മനുഷ്യനെ തളർത്തുന്നത്? തളർത്തുന്ന വിഷാദത്തെക്കുറിച്ചാണ് ആദ്യം തന്നെ പറയാനുള്ളത്. നമ്മൾ ഗീതയിലേക്ക് നോക്കുമ്പോൾ 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഈ ചരിത്രഭൂമിയിൽ നടന്ന ഗീതയിലേക്ക് നോക്കുമ്പോൾ അർജുനനെ തളർത്തിയത് കമ്പാഷനാണ്, ദയയാണ്. ആരോടുള്ള ദയ? ദുര്യോധനോടുള്ള, തന്റെ ആളുകളോട്, തന്റെ ബന്ധുമിത്രാദികളോട് തോന്നിയ ദയാണ്. കാരണം ഇവർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഈ രാജ്യം. ആർക്കൊക്കെ വേണ്ടിയിട്ടാണോ രാജ്യം ഭരിക്കേണ്ടത് അവരാണ് ഇന്ന് കൊല്ലപ്പെടാൻ പോകുന്നത്. പിന്നെ ഈ രാജ്യം കൊണ്ടത് കാര്യം. ഈ രാജ്യം കിട്ടിയാൽ ആരൊക്കെയാണോ ഇത് അനുഭവിക്കേണ്ടത്, ദേ ആർ ഗോയിങ് ടു ഡൈ. വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് യൂസ് ഓഫ് ദിസ് കിങ്ഡം എന്ന് അർജുനൻ ചോദിക്കുമ്പോൾ അർജുനന് മറ്റുള്ളവരോട് എന്തുണ്ട്? ദയുണ്ട്. അപ്പൊ മനുഷ്യനെ തളർത്തുന്ന ഒരു വികാരമാണ് ഏത്? ദയ, കമ്പാഷൻ. എന്തൊക്കെയാണ് നമുക്ക്, ഏതൊക്കെ വസ്തുക്കളോട്, വ്യക്തികളോടൊക്കെ നമുക്ക് ദയ തോന്നാം? ചിലർക്കുണ്ടല്ലോ, നമുക്ക് വീടുകളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ പട്ടികളെ വളർത്തി അവനവൻ വളർത്തുന്ന പട്ടിയോടൊരു ദയ തോന്നും. അതിന് വല്ലതും സംഭവിക്കും, അതിന് സംഭവിച്ചാൽ പിന്നെ എന്റെ കാര്യം എന്താണ്, ഞാൻ മരിച്ചാൽ അതിനെ ആരാ നോക്കുക എന്ന് ദയ കാണിക്കുന്നവരുണ്ടോ ഇല്ലയോ? എന്റെ ഭാര്യയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ, അല്ലെങ്കിൽ ഞാൻ മരിച്ചുപോയാൽ എന്റെ ഭാര്യ ആര് നോക്കും എന്ന് ദയ കാണിക്കുന്നവരുണ്ടോ? ഇല്ല. എന്താ പട്ടിയുടെ കാര്യത്തിലുണ്ടോ? എത്ര ഒപ്പമായിട്ടാണ് നിങ്ങൾ പറയുന്നത്? സോ ഷുവർ കൂടുതൽ അങ്ങനെ ചിന്തിക്കുന്നവരില്ലേ? ഭാഗവതത്തിൽ ഈ 2 കഥയുണ്ട്. ഞാൻ മരിച്ച ഭാര്യയെ ആര് നോക്കും എന്ന് ചിന്തിക്കുന്ന ഒരു പുരഞ്ജനന്റെ കഥയുണ്ട്. എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നോക്കുന്ന മാനിന് എന്ത് പറ്റും എന്ന് ചിന്തിച്ചൊരു ഭരതന്റെ കഥ. ഇവർക്കൊക്കെ കമ്പാഷൻ. ഇതുപോലെ അർജുനൻ ചിന്തിക്കുന്നത് ഇവരൊക്കെ മരിച്ചു കഴിഞ്ഞാൽ, ഇവരൊക്കെ കൊന്നു കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്തിന്റെ ആവശ്യം. അപ്പൊ കമ്പാഷൻ മനുഷ്യന്റെ മനസ്സിനെ സ്വാധീനിക്കുന്ന ഒരു വികാരമാണ് ദയ. ദയ എന്ന് പറയുന്നത് മറ്റുള്ള ജീവികളോടോ ആളുകളോടോ തോന്നുന്ന ഒരു വികാരം, ഒരു എന്താണ്, അവരും കൂടി ഒന്നിച്ച് ഉണ്ടാവണം എന്നുള്ള ഒരു വികാരം. അതായത് മനുഷ്യൻ മറ്റുള്ളവരുടെ സുഖവും സുരക്ഷിതത്വവും കണ്ടെത്തുമ്പോൾ, മറ്റുള്ളവരുടെ സാന്നിധ്യത്തിൽ സുഖവും സുരക്ഷിതത്വം കണ്ടെത്തുമ്പോൾ അവനോടൊരു ദയ തോന്നും. അല്ലെങ്കിൽ താൻ അനുഭവിക്കുന്നത് മറ്റുള്ളവർക്കും കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം. ഈ കമ്മ്യൂണിസം ഒക്കെ അങ്ങനെയാണ് വന്നിരിക്കുന്നത്, ദയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. മറ്റുള്ളവർക്കും പങ്കുവയ്ക്കണം, കിട്ടണം എന്നുള്ളൊരു വികാരം. ഈ വികാരമുണ്ടല്ലോ, ഭാരതീയ ദർശന പ്രകാരം ഒരു മനുഷ്യനെ ഉയർത്തുന്നതല്ല, വളരെ ശ്രദ്ധിക്കണം.
ഇനി രണ്ടാമത് നമ്മളെ തളർത്തുന്ന ഒരു വികാരം, പ്രധാനപ്പെട്ട മറ്റൊരു വികാരം, അവരവന്റെ ജീവിതത്തിൽ, നമ്മുടെ സ്വന്തം വ്യക്തി ജീവിതത്തിൽ നാം ചെയ്യുന്ന പ്രവൃത്തികൾ ചിലപ്പോൾ ഇതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് മനുഷ്യനെ തളർത്തിക്കളയും. ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ കാണാൻ സാധിക്കും. ഒരു ഉദാഹരണത്തിന്, നിങ്ങൾക്ക് അറിയാതെ നിങ്ങൾ വല്ല ഭക്ഷണം കഴിച്ചു, നിങ്ങൾക്ക് തോന്നുക ഭക്ഷണത്തിന് എന്തോ വൃത്തിയില്ല. അത് നിങ്ങൾ ആ ചിന്തന ഉണ്ടല്ലോ, ഇതിനെന്തോ വൃത്തിയില്ല എന്നുള്ള ചിന്തന, ഇതെനിക്ക് എന്തെങ്കിലും ദോഷങ്ങളോ രോഗങ്ങളോ വരുത്തും എന്നുള്ളൊരു ചിന്ത മനുഷ്യനെ തളർത്തിക്കളയും. ഉണ്ടോ? അതായത് നാം ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ദോഷം അതെന്നെ ബാധിക്കുമെന്നൊരു ചിന്ത മനുഷ്യനെ തളർത്തിരിക്കും. അപ്പൊ പണ്ട് കാലത്ത് ഒരു ചിന്തന ഉണ്ടായിരുന്നു, ഈ ഗുരുവിനെ കൊന്നുകഴിഞ്ഞാൽ ബ്രഹ്മഹത്യാപാപം. പഴയ കാലത്ത് മനുസ്മൃതിയിലൊരു വാക്കുണ്ട്, ഗുരുവിനെയൊക്കെ കൊന്നാൽ ബ്രഹ്മഹത്യ. അപ്പോ അർജുനനെ സംബന്ധിച്ച് ദ്രോണാചാര്യനെ കൊന്നുകഴിഞ്ഞാൽ അർജുനൻ എന്ത് പിടികൂടും? അപ്പൊ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അർജുനൻ തളരും. ഇതൊരു വലിയ ദുരന്തത്തിലേക്കാണ് പോകുന്നത്. അതുകൊണ്ടാണ് അർജുനൻ നരകവർണ്ണനെയൊക്കെ വർണ്ണിക്കുന്നത്, നരകത്തിൽ പോവില്ലേ എന്നൊക്കെ. അപ്പോ മറ്റുള്ളവരോടുള്ള കമ്പാഷൻ തളർത്തും, വരാൻ പോകുന്നതിനെ കുറിച്ചുള്ള ചിന്തനങ്ങൾ. പിന്നെ മനുഷ്യനെ തളർത്തുന്ന അനവധി വികാരങ്ങളുണ്ട്. ഒരു കാര്യത്തെ കടന്നു പോവാനുള്ള അറിവും കഴിവും ശക്തിയും ഇല്ല എന്നുള്ളൊരു തോന്നൽ മനുഷ്യനെ തളർത്തിക്കളയും. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഒരാൾ കൈ കത്തിപിടിച്ച് നിവർന്നു വന്നാൽ നിങ്ങൾ ഒറ്റയ്ക്ക്, അയാളുടെ കൂടെ 3-4 ആൾക്കാരുണ്ട്, തളരിക്കും. അതെന്താ തളരാൻ? ചില മനുഷ്യനല്ലേ. കത്തി നിങ്ങളുടെ വീട്ടിലുള്ളതാണ്, നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്നതാണ്. എന്തിനു തളരണം? അയാൾ നിങ്ങളെ അറ്റാക്ക് ചെയ്യും, നിങ്ങളെ കൊല്ലും എന്നൊരു. നേരെ പക്ഷെ നിങ്ങളുടെ കൂടെ 5 ആളും അയാളുടെ ഒറ്റയ്ക്കാണെങ്കിലോ, അപ്പൊ നിങ്ങൾക്കൊരു തോന്നല് എന്റെ കൂടെ ആളുണ്ട്, ഒരു ഫലമുണ്ടെന്ന്. അപ്പൊ മറ്റൊരാളെ നേരിടാനുള്ള ഫലമില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ തളരുമോ? അപ്പൊ മനുഷ്യരെ പല വിധത്തിലുള്ള ശക്തി പോരാന്നുള്ള അറിവ് പോരാന്നുള്ള കാര്യം തളർത്തും, കഴിവ് പോരാന്നുള്ള കാര്യം തളർത്തും, മറ്റുള്ളവരോടുള്ള ദയ തളർത്തും. അതുപോലെ വരാൻ പോകുന്നതിനെ കുറിച്ച് ചിന്തിക്കുന്ന കാര്യങ്ങളൊക്കെ മനുഷ്യനെ ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ തളർത്താൻ അനവധി വികാരങ്ങൾക്ക് സാധിക്കുമല്ലോ. നാം ജീവിക്കുന്ന ചുറ്റുപാടുകൾക്കൊക്കെ നമ്മളെ പലപ്പോഴായിട്ടും തളർത്താൻ സാധിക്കും. ഒന്നും വേണ്ട, നിങ്ങളൊരു ഡോക്ടറെ അടുത്ത് പോകുന്നു, നിങ്ങളെ തളർത്താൻ വളരെ ഈസിയാണ്. ഡോക്ടർ പറയണോ നിങ്ങളുടെ ബ്ലഡ് ഒന്ന് ചെക്ക് ചെയ്യണം, എന്തൊക്കെ ചെക്ക് ചെയ്യാനുണ്ടോ അതൊക്കെ ചെക്ക് ചെയ്യണം, ഉള്ളിലുള്ളതും പുറത്തുള്ളതൊക്കെ ചെക്ക് ചെയ്യും. നിങ്ങൾ അതിന്റെ റിസൾട്ട് മേടിക്കാൻ പോകുമ്പോൾ ഡോക്ടർ നിങ്ങളോട് ചോദിക്കുകയാണ്, തനിച്ചാണോ വന്നത്? ഇപ്പൊ നിങ്ങൾ ചിരിക്കേ. ശരിക്കും ഇത് ഡോക്ടർ നിങ്ങളോട് ഒറ്റയ്ക്ക് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ? വളരില്ല. നിങ്ങൾ ജീസസിനെ പോലെ നിവർന്നു നിൽക്കുമോ? എന്ത് സംഭവിച്ചാലും എനിക്കൊരു പ്രശ്നമില്ല, എനിക്കൊരു ചുക്കും വരാനില്ല പറയോ? നിങ്ങള് തളരുമോ? തളരുമെന്നോ? പ്രഷറിൽ കൊണ്ടുകൊണ്ടിരുന്ന ചിലവല്ലേ. എന്താ തളരാൻ കാരണം? എനിക്കെന്തോ കാര്യമായിട്ടുള്ളൊരു പ്രശ്നമുണ്ട്. ഉണ്ടോ ഇല്ലയോ? ഈച്ച വിചാരിച്ചാൽ നിങ്ങളെ തളർത്താം. ഒന്ന് മൂക്കിൽ കയറട്ടെ, അല്ലെങ്കിൽ ചെവിയിൽ കയറട്ടെ. അപ്പൊ നമ്മളെ തളർത്താൻ അനവധി സാഹചര്യങ്ങൾക്ക് സാധിക്കും. ചൂടിന് നിങ്ങളെ തളർത്താൻ പറ്റുന്നുണ്ട് ഇല്ല? അപ്പൊ ഇങ്ങനെ നമ്മളെ പല സാഹചര്യങ്ങൾക്കും പ്രവൃത്തികൾക്കും ചുറ്റുപാടുകൾക്കും. അപ്പൊ നമ്മൾ പഠിച്ചു വെക്കേണ്ട ഒരു പാഠം, എപ്പോ വേണമെങ്കിലും തളരാൻ സാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ജീവിതം. സോ ലൈഫ് ഈസ് സറൗണ്ടഡ് ബൈ the events which can make our life miserable anytime. Is it right or wrong? നിങ്ങൾ വിചാരിക്കും ഒരു പക്ഷേ നിങ്ങളുടെ ലൈഫ് വളരെ ഹാപ്പിയാണ്. ഞാൻ പല അനുഭവങ്ങളിലൂടെ കടന്നു പോകുമ്പോണ്ടല്ലോ, മോർ ഹാപ്പിയാണെന്ന് പറഞ്ഞവർ മോർ മിസറബിൾ ആണ്. ഏതൊരു മകനും മകളും ആണോ തന്നെ സംരക്ഷിക്കും എന്ന് പറഞ്ഞ് സന്തോഷം കണ്ടെത്തിയ അച്ഛനമ്മമാര് അതേ മകരിലൂടെയും മകളിലൂടെയും ദുരന്തത്തിന്റെ ദുരന്തം അനുഭവിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേഴ്സണലായിട്ട് അനുഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്.
അപ്പോ അവരുടെ ജീവിതത്തിൽ ഏതിൽ സുരക്ഷിതത്വം കണ്ടോ, ഏതിൽ സുഖം കണ്ടോ, അതേ സാധനം അവരുടെ മനസ്സിനെ മറ്റൊരു സന്ദർഭത്തിൽ തോന്നും. അതേ മകന്റെ മുഖത്ത് നോക്കാൻ പറ്റാതെ, അതേ മകളുടെ മുഖത്ത് നോക്കാൻ പറ്റാതെ അവർ തളരുന്നുണ്ട്. അപ്പോ ഇതൊന്നും നമുക്ക് മാറ്റിവെക്കാൻ പറ്റില്ല. സോ യു ആർ സറൗണ്ടഡ് ബൈ ഡിഫിക്കൽട്ടീസ് ആൻഡ് പ്രോബ്ലംസ്. യു കനോട്ട് അവോയ്ഡ് ദാറ്റ്. പറ്റുമോ? നമ്മൾ പ്രതീക്ഷിക്കുന്നതൊന്ന്, എക്സ്പെക്ട് ചെയ്യുന്നതൊന്ന് തന്നെയാണ്, അല്ലേ? ഇതൊന്ന് മാറി നിൽക്കാൻ നമുക്ക് പറ്റുമോ? ഇനി നമുക്ക് മാറാൻ വേണമെങ്കിൽ ഈ സാഹചര്യത്തെ മാറ്റാൻ പറ്റുമോ? ക്യാൻ യു ചേഞ്ച് ദ നേച്ചർ? ക്യാൻ യു ചേഞ്ച് ദ സറൗണ്ടിങ്? ക്യാൻ യു ചേഞ്ച് ദ ഇവന്റ്? യു കാൻ. ഇനി നമുക്ക് മാറ്റാൻ വരുത്തുന്നത് എവിടെയാണ്? അർജുനൻ പറയുന്നു, ഇറ്റ്സ് ഇംപോസിബിൾ ടു ഗെറ്റ് ത്രൂ ദാറ്റ്. ഐ കനോട്ട് ഡു ദിസ് വാർ. ക്ലിയർലി അർജുനൻ, കിംനോ ഗോവിന്ദരാജ്യൻ, ഇതുകൊണ്ടൊന്നും എനിക്ക് കാര്യമില്ല, ഞാൻ യുദ്ധം ചെയ്യാൻ തയ്യാറില്ല എന്ന് പ്രഖ്യാപിച്ച ആളാണ് ആര്? ഈ യുദ്ധഭൂമിയിൽ. അർജുനൻ 1-ാമത്തെ അധ്യായത്തിൽ അവസാനം പറയുന്ന ഒരു ശ്ലോകമുണ്ട്. അവസാനത്തെ അവസ്ഥ നോക്കൂ. ഏവമുക്ത്വാർജുന സംഖ്യേ ഗതോപസ്ഥ ഉപാവിശൽ വിസൃജ്യ സശരം ചാപം ശോകസംദിഗ്ധ മാനസാം. അർജുനന്റെ മനസ്സ് മുഴുവൻ എന്തായിരുന്നു? ശോകം കൊണ്ട് തറന്നു. അർജുനൻ വേറെ ഒന്നും കാണാൻ പറ്റുന്നില്ല. ഇവരൊക്കെയുള്ള കാരുണ്യം ദൈവമൊക്കെ കാണുന്നു. അർജുനൻ പറയുന്നു, ഈ യുദ്ധം എനിക്ക് ചെയ്യാൻ സാധ്യതയില്ല, എന്റെ കഴിവുകളൊക്കെ പോയി. എന്തിനേറെ? വിസർജ്യ സചരം ചാപം. അർജുനന്റെ കയ്യിൽ നിന്നും അർജുനൻ ഗാന്ധീവം. അർജുനൻ ഒരിക്കലും താഴെ വയ്ക്കാത്തൊരു സാധനമാണ് ഗാന്ധീവം. അർജുനൻ ഒരു പ്രതിജ്ഞ ഉണ്ടായിരുന്നു, ആരെങ്കിലും എന്നെ കൊണ്ട് ഗാന്ധീവം താഴെ വെപ്പിച്ചാൽ, ആരെങ്കിലും എന്റെ ഗാന്ധീവത്തെ പരിഹസിച്ചാൽ അവൻ ഞാൻ കൊല്ലും. എന്റെ ഗാന്ധീവം താഴെ വെക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ഞാൻ സ്വയം ഇല്ലാതെയാവുന്നതാണ്. അങ്ങനെയൊക്കെ പ്രതിജ്ഞ ചെയ്ത ആളാണ് ആര്? ഇന്ന് അർജുനന് ആ ഗാന്ധീവം താഴെ വെക്കേണ്ടി വന്നു. എവിടെ വെച്ചിട്ടാണ്? പരീക്ഷാ ഹാളിൽ വെച്ച് പെണ്ണ് താഴെ വയ്ക്കുന്ന കുട്ടികളെ കേട്ടിട്ടില്ലേ? കല്യാണ പന്തലിന് താഴെ കല്യാണം വേണ്ടാന്ന് പറയുന്ന ആളുകളില്ലേ? അപ്പൊ പറയില്ല. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഒരു സിറ്റുവേഷൻ വരുമ്പോ പലരും തളരാം. അപ്പൊ ഈ തളർച്ചയാണ് ആരെ പിടികൂടിയത്? അപ്പൊ ഗീത നമ്മളെ ആദ്യം പഠിപ്പിക്കുന്നത്, എത്രയോ വലിയ ശക്തനായ അർജുനന് പോലും ജീവിതത്തിലൊരു സന്ദർഭത്തിൽ തളരേണ്ടി വന്നത്. അപ്പൊ നമ്മുടെ ജീവിതത്തിലും നമുക്കും എന്തുണ്ട്? തളരേണ്ടതായ ഒന്നാണ് ജീവിതം. What is life means? Life is an experience and that can make your mind sometimes collapse, sometimes shatter. നിങ്ങളുടെ മനസ്സിന്റെ ആ സമനില തന്നെ തെറ്റിക്കാൻ ആർക്ക് സാധിക്കും? ജീവിതത്തിലെ അനുഭവങ്ങൾക്ക് സാധിക്കും. ഇതിലാണ് ഗീത നിൽക്കുന്നത്. വാസ്തവത്തിൽ ഗീതയുടെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് അർജുനന്റെ തളർന്ന ഒരു മനസ്സാണ്.